ഏതൊരു മലയാളിയുടെയും കണ്ണ് നനയിക്കുന്ന നിമിഷമാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ വേദന. 20 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്, ജയിൽ ജീവിതത്തിലെ തീരാ ദുരിതങ്ങൾ എന്നിവ കോർത്തിണക്കി TGS മീഡിയ അബ്ദുൾ റഹീമിന്റെ ജീവിതം ഒരു ചിത്രം പോലെ വരച്ചു കാട്ടുന്നു. 20 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. അമ്മയുടെ കണ്ണീർ കായലിനരികിലേക്ക് അബ്ദുൾ റഹീം മടങ്ങിയെത്തിയിരിക്കുകയാണ്. ജയിലിന്റെ ഇരുളിൽ നിന്ന് സ്നേഹത്തിന്റെ വെളിച്ചത്തിലേക്ക് അബ്ദുൾ റഹീമിന്റെ ഹൃദയം തൊടുന്ന മടക്കയാത്ര. മോനെ എന്ന് വിളിക്കുവാൻ 20 വർഷം അബ്ദുൾ റഹീമിനെ വരവേറ്റ് കേരളം ഇന്ന് തേങ്ങുകയാണ്. ഈ ബലിപ്പെരുന്നാൾ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ജനപ്രളയമാണ്. ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ ഓടി വന്നിരിക്കുന്നു ഒരു നോക്ക് കാണുവാൻ. ബോബി ചെമ്മണ്ണൂരിന്റെ ആവേശം നിറഞ്ഞ പോരാട്ടമുണ്ട് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിൽ. 2.5 പതിറ്റാണ്ടിലേറെ കാലം നീണ്ട അനിശ്ചിതത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഒരു അമ്മയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം കൊടുത്ത മറുപടി. അതെ, 20 വർഷം മുമ്പ് ഗൾഫിലേക്ക് വിമാനം കയറിയ ആ ചെറുപ്പക്കാരൻ ഇന്ന് നാട്ടിൽ മടങ്ങിയെത്തിയിരിക്കുന്നത് വലിയ സന്തോഷത്തോടു കൂടിയാണ്. ആ പ്രായം, അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും എല്ലാം മാറി. പത്രക്കാർ അദ്ദേഹത്തോട് എന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: സന്തോഷം, സന്തോഷം, അത് മാത്രം. അദ്ദേഹത്തിന്റെ മാറോട് ചേർത്ത് അമ്മയെ നിർത്തിക്കൊണ്ടിരിക്കുന്നു. ചുറ്റും ആളുകൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു ഒരു നോക്ക് കാണുവാൻ. ഒരുപാട് വേദനകൾ തുന്നിച്ചേർത്ത ജീവിതം, ജയിലിന്റെ ഇരുമ്പഴിക്കുള്ളിൽ ഹോമിക്കേണ്ടി വന്ന ഒരു കാലഘട്ടത്തിന്റെ സാക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഒരു മകൻ പോയപ്പോൾ തകർന്നടിഞ്ഞത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു. മകന്റെ മുഖമൊന്ന് കാണുവാൻ, ആ കൈകളൊന്ന് തൊടാൻ വെമ്പിയ ഉമ്മയുടെ കണ്ണീർ തുള്ളികൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. മകൻ പോയതിനു ശേഷം 20 വർഷക്കാലം പെരുന്നാൾ ഉണ്ടായിരുന്നില്ല ഉമ്മയ്ക്ക്. അങ്ങനെ 20 വർഷത്തിന് ശേഷം തൻ്റെ മകനെ ഒരു നോക്ക് കാണുവാൻ ഈ ബലിപ്പെരുന്നാൾ ദിവസം മകനെ സന്തോഷത്തോടുകൂടി കാണുന്ന ഒരു അമ്മയുടെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഓരോ ദിവസവും ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആ ഉമ്മ കാത്തിരുന്നു. തൻ്റെ മകൻ ഇന്ന് വരും, നാളെ വരും. പ്രതീക്ഷയുടെ എല്ലാ അതിർവരമ്പങ്ങളും ലംഘിച്ചുകൊണ്ട് വർഷങ്ങളോളം ഒരു ഉമ്മ കാത്തിരിക്കേണ്ടത്, ഒരു ഉമ്മ തേങ്ങിക്കരഞ്ഞ ദിനങ്ങൾ. ആ ഉമ്മയുടെ വേദനയുടെ ആഴമളക്കാൻ ഒരു വാക്കിനും സാധിക്കില്ല. മകനെ തിരിച്ചുവരവ് സ്വപ്നം കണ്ട് പ്രായത്തിൻ്റെ ഒരുപാട് അവശതകളുണ്ടെങ്കിലും ആ ഉമ്മ നടത്തിയ പോരാട്ടം, എൻ്റെ മോനെ ഒന്ന് കാണണം, എൻ്റെ മോനൊന്ന് തിരിച്ചു വരണം, ഈ ഒരൊറ്റ വാക്ക് മാത്രമേ ഉമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ഉമ്മയുടെ ജീവിതത്തിലെ തീരാ ദുഃഖം അങ്ങനെ മാറിയിരിക്കുകയാണ്. സൗദിയിലെ ജയിലിലെ ജീവിതം അത് വെറും ദിവസങ്ങളായിരുന്നില്ല. ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ വലിയൊരു പങ്ക് തന്നെ അദ്ദേഹം അവിടെ അലിഞ്ഞു തീർന്ന ഇരുണ്ട കാലഘട്ടമായിരുന്നു. വിദേശ മണ്ണിലെ അന്യതയും വധശിക്ഷയെന്ന ഭീഷണിയും തടവറയുടെ ഇടുങ്ങിയ ഭിത്തികൾക്കുള്ളിലെ ഏകാന്തതയും റഹീം അനുഭവിച്ച തീച്ചൂളകളാണ്. ലോകം മുഴുവൻ മറന്നാലും സ്വന്തം മണ്ണിലെ സഹോദരങ്ങൾ തനിക്ക് വേണ്ടി ഒത്തുകൂടിയെന്നത് മാത്രമായിരുന്നു ആ ഇരുളിലും അദ്ദേഹത്തിന് ലഭിച്ച ഏക വെളിച്ചം. ഇന്ന് കരിപ്പൂരിൽ കണ്ടത്, ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ടത് ഒരു വ്യക്തിയുടെ തിരിച്ചുവരവ് മാത്രമല്ല, മലയാളികളുടെ ഒത്തൊരുമയുടെ വിജയമാണ്. ഓരോരുത്തരും 1 രൂപ തൊട്ട് 1 കോടി രൂപ വരെ, 3 കോടി രൂപ വരെ കൊടുത്ത ആളുകളുണ്ട്. തങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടിയായിരുന്നു: അബ്ദുൾ റഹീമിൻ്റെ തിരിച്ചുവരവ്. ഓരോ തുള്ളി ചോരയ്ക്കും, ഓരോ തുള്ളി കണ്ണീരിനും വിലയുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ തെളിയിച്ചു, മലയാളി തെളിയിച്ചു. ജാതി മതഭേദമന്യേ അതിൽ പങ്കെടുത്തവർ ലക്ഷങ്ങളാണ്. അബ്ദുൾ റഹീമിന്റെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ ആ ഉമ്മയുടെ കവിളിലൂടെ വീഴുന്ന കണ്ണീർ കണ്ട് ഒരു നാട് മുഴുവൻ ഇന്ന് വിതുമ്പുകയാണ്. സ്നേഹത്തിന് അതിരുകളില്ലെന്നും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നും വീണ്ടും നമ്മൾ തിരിച്ചറിയുന്നു. അബ്ദുൾ റഹീമിന് ഇനി സമാധാനത്തിന്റെ ദിനങ്ങളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാർത്തയോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. ഒരു നല്ല ബലിപ്പെരുന്നാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ.